നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് പരിശോധന. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം ഇറക്കുമതി തീരുവ നൽകാതെ വാങ്ങിയെന്ന പരാതിയിലാണ് ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിൽ പരിശോധന നടത്തുന്നത്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വീടുകളിലാണ് പരിശോധന. സംസ്ഥാനത്തെ വിവിധ ആഡംബര വാഹന ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധനയുണ്ട്. പരിശോധന അതല്ല ഇപ്പൊ നിങ്ങൾക്ക് വല്ല നിർദ്ദേശം വല്ലതും കിട്ടിയോ? ഇവിടെ പരിശോധന വേണമെന്ന് കസ്റ്റംസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരാണോ? എന്തായിരുന്നു ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിർദ്ദേശം കിട്ടിയല്ലേ? നമ്മൾ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടെന്നാണോ? ഈ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കുമോ? നമ്മളിപ്പോ വന്നേ ഉള്ളൂ, നമുക്ക് അറിയത്തില്ല, നമുക്ക് കഥകൾ അറിയത്തില്ല. തട്ടിപ്പിലെ വാഹനമാണെങ്കിൽ പിടിച്ചെടുക്കുമോ? അത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വന്നേക്കുന്നത്. ഇത്തരം തട്ടിപ്പുണ്ടെന്നൊരു വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. ഈ കേസിലല്ല, മറ്റു കേരളത്തിൽ നമുക്ക് അറിയത്തില്ല. നമ്മൾ വന്നേ ഉള്ളൂ. എന്താ നമ്മൾ അകത്തോട്ട് ചെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒറ്റ തട്ടിപ്പിലെ വാഹനമാണെങ്കിൽ പിടിച്ചെടുക്കുമോ? അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളുടെ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും? ഞങ്ങൾ ചെല്ലട്ടെ, നമുക്ക് അറിയത്തില്ല. ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് ആര്യ വിനോദും പൃഥ്വിരാജിന്റെ തിരുവനന്തപുരം കുണ്ടമൺകടവിലെ വീടുകളിൽ നിന്ന് സനിസ ശോഭ ചന്ദ്രനും ചേരുന്നു. ആദ്യം ആര്യയിലേക്ക്. ആര്യ ഇപ്പോൾ വന്നത് ആരാണ്? MVD ഉദ്യോഗസ്ഥരാണോ? അതെ, അജിൻസ് ഇപ്പോൾ വന്നത് MPD ഉദ്യോഗസ്ഥനാണ്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. പോയി അന്വേഷിച്ചതിന് ശേഷം മാത്രം വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും കൂടുതൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇവിടെ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് എന്നുള്ള റിപ്പോർട്ട് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ 30 ഇടങ്ങളിലായിട്ട് ഇപ്പോൾ പരിശോധന തുടരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. എന്നാൽ ഇപ്പോൾ കൊച്ചിയിലെ പൃഥ്വിരാജിന്റെ വീട്ടിലെ പരിശോധന അവസാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പരിശോധന നീളുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ദുൽഖറിന്റെ വീട്ടിലെ പരിശോധനയിൽ കാറ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടെ ലഭിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പരിശോധന ഇത്രയും നീളുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിവിധ സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസിന്റെ ഈ ഒരു പരിശോധന തുടരുകയാണ്. മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് തന്നെയാണ് ഈ ഒരു പരിശോധന എന്നുള്ളത് നമുക്ക് നേരത്തെ ലഭിച്ച വിവരമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. പരിശോധന ഏറെ നേരം നീളുന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. രാവിലെ 8 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു പരിശോധന ആരംഭിച്ചത്. ഒരു പരിശോധന ഇപ്പോഴും ദുൽഖർ സൽമാന്റെ വീട്ടിൽ തുടരുകയാണ്. അതുപോലെ തന്നെ വയറ്റിലുള്ള വീട്ടിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും വാഹനം എത്തിക്കുന്നവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിശോധന തുടരുന്നത്. ഈ ഒരു പരിശോധനയിൽ കാറ് കണ്ടെത്തുകയാണെങ്കിൽ ഈ ഒരു കാറ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലേക്കും തുടർ നടപടികളിലേക്കും നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് കാറ് കണ്ടെത്തി അതിൽ തുടർ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഈ ഒരു പരിശോധന ഇത്രയും സമയത്തിലേക്ക് നീങ്ങുന്നതും ഈ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യയിലേക്ക് കടത്തിയ 40 വാഹനങ്ങളാണ് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഇന്ത്യയിലേക്ക് കടത്തുന്നത് എന്നുള്ള വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഈ ഒരു അന്വേഷണം തുടരുന്നതിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് നേരത്തെ തന്നെ ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കടത്തുന്നു എന്നുള്ള ഒരു അന്വേഷണം നേരത്തെ തന്നെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു കർണാടക രജിസ്ട്രേഷൻ പഴയ ബെൻസ് കാർ ഇതൊക്കെയാണോ? ഇതൊക്കെ ദുൽഖറിന്റെ ശേഖരത്തിലുള്ളതാണോ? നമുക്ക് ഇതുവരെയായിട്ട് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഈ ഒരു വാഹനം ഏതൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ കാണിക്കുന്നത് മമ്മൂട്ടിയുടെ വീടിനകത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ്. മമ്മൂട്ടിയുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ആ പഴയ വാഹനങ്ങളുടെ ശേഖരം ഒരുപക്ഷെ മമ്മൂട്ടിയുടേതായിരിക്കാം. പഴയ ബെൻസ് കാർ മുതൽ അവിടെ പഴയ വാഹനങ്ങൾ കുറേയധികം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ആര്യ നിൽക്കുന്നത് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ സനിസ ശോഭ ചന്ദ്രനിലേക്ക് കൂടി പോകുന്നു. സനിസ ഇപ്പോൾ എവിടെയാണുള്ളത്? കുണ്ടമൺകടവിലെ പൃഥ്വിരാജിന്റെ വീട്ടിലാണ്. അവിടെ പരിശോധന തുടരുകയാണ്.